ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇവിടെ ഞാൻ തുടങ്ങിയപ്പോഴാണ് സ്കിന്നിൻ്റെ കാര്യം സെറ്റായില്ലെന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി വീണ്ടും പോയി സ്കിന്ന് സെറ്റായി ഇതിൽ തന്നെ സെറ്റാക്കാൻ പറ്റില്ല. എൻ്റെ സ്കിന്ന് ഡൗൺലോഡല്ലോ അല്ലേ. അപ്പോൾ ഞാൻ മോഡിട്ടുണ്ട് UI പാക്ക്. ഓക്കെ, നിങ്ങൾക്ക് കണ്ടറിയായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ലെസ് പ്ലേ സീരീസ് ആണ്. പിന്നെ ഞാനൊരു യൂട്യൂബർ ബ്രോവിനെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബ്രോവിൻ്റെ ഒപ്പം ഞാൻ എന്തായാലും ഇനി കണ്ടൻറ്റുകൾ ചെയ്യാൻ നോക്കാം. പിന്നെ വേറൊരു മല്ലു ബ്രോയും കൂടി സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. മല്ലു ബ്രോ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഞാനൊരു യൂട്യൂബറിനെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും 3 പേർക്കും കൂടിയിട്ട് വലിയ കണ്ടൻറ്റ് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ഡിസ്കോഡിൽ ഒന്ന് മെസ്സേജ് അയക്കട്ടെ ബ്രോ, നോക്കിക്കോളെ. ഞാനത് വീഡിയോ കാണണമെങ്കിൽ ഞാനൊന്ന് ഡിസ്കോഡിൽ വന്നിട്ടൊന്ന് മെസ്സേജ് അയക്കി. ആൻഡ് ഇത് തന്നെ ലെസ് പ്ലേ സീരീസ്. അപ്പോൾ ഈ സീഡിനെ പറ്റി പറയുകയാണെങ്കിൽ അതെ, ഇതൊരു കസ്റ്റം സീഡാണ്. ജസ്റ്റ് വില്ലേജ് കിട്ടുമെന്നറിയാൻ വേണ്ടി മാത്രം ഞാൻ ക്രിയേറ്റ് ചെയ്ത സീഡാണ്. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു സ്പെഷ്യാലിറ്റി ഈ പ്ലെയിൻസ് ഒന്നും ഞാൻ സ്പെഷ്യാലിറ്റി മനസ്സിലായല്ലോ, അതൊന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടല്ല ഇത് ഈ സീഡ് എടുത്തേക്കണേ. ജസ്റ്റ് ഫോർ ഒരു വില്ലേജ് കാണും, അത് അവിടെയാണ് വില്ലേജ്. വേറെ ഈ സീഡിനെ പറ്റി എനിക്ക് വേറെ ഒന്നും അറിയില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ മരം ഇടിച്ചിട്ട് തന്നെ തുടങ്ങാം. ആ മരം അവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് നമുക്ക് അതിൻ്റെ മേലെ ഒരു ബ്ലോക്ക് കയറ്റി വെച്ചിട്ട് നിങ്ങളുടെ പഴയ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള മരം വെട്ടിയിട്ട് ഫുൾ സ്റ്റോൺ ടൂൾസ് ആവാം. ആൻഡ് നിങ്ങളടുത്ത് എന്തെങ്കിലും പറയാൻ മറന്നോ? ഓക്കെ, അപ്പോൾ ഞാൻ ഇനി വേറെ കാര്യങ്ങൾ പറയാനുള്ളത്, എൻ്റെ സ്കൂളൊക്കെ തുടങ്ങി. എനിക്ക് എൻ്റെ സൗണ്ടായിട്ട് അറിയാം, എനിക്ക് കുറച്ച് ഹാപ്പിയിലാണ് ഞാൻ. കാരണം എനിക്ക് ഒരു സീറ്റ് കിട്ടി. ഇപ്പോഴല്ല, കുറച്ച് ദിവസമായി കിട്ടിയിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാൻ മറന്നുപോയി. അപ്പോൾ അതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. ആൻഡ് നാളെ എനിക്ക് ഇനി അവിടെ സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടി പോകണം. ഉറപ്പിക്കാന്ന് വെച്ചാൽ അവിടെ ചേരാൻ വേണ്ടി പോകണം. അപ്പോൾ എനിക്ക് ബയോസയൻസ് ആണ് കിട്ടിയിരിക്കണേ. എന്നെ കുറേ പേര് പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും ചീറ്റ് ചെയ്ത് ഇറങ്ങിവിടാം. അപ്പോൾ എനിക്ക് ചെറിയൊരു പേടിയാണ്ട്. അത് ഈ ചേട്ടന്മാർ തന്നെ മെയിൻ കാര്യം. എനിക്ക് 2 ചേട്ടന്മാരുണ്ട്. അപ്പോൾ 2 ചേട്ടന്മാരും കൂടി എന്നെ പേടിപ്പിച്ച് കൊല്ലും. അതാണ് പ്രശ്നം. അതായത് സയൻസ് ഭയങ്കര ടഫാണ്, ആ സയൻസ് ടഫാണ്, നീ ഒരിക്കലും പഠിച്ചെടുക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്, പറ്റില്ല. അപ്പോൾ നിങ്ങളിതൊരു കാര്യം പറയാനുള്ളത്, സയൻസുകാർ ഇപ്പോൾ പഠിക്കുന്നവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യുക, സയൻസ് കുഴപ്പമുണ്ടോ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഒരു ലെസ് പ്ലേ സീരീസ് ഞാൻ നല്ല രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ നോക്കും. കാരണം ഈ ലെസ് പ്ലേ സീരീസ് എന്ന് പറയുന്നത് ഞാൻ എല്ലാ സീരീസിനെ പോലെ വെറുതെ ഡ്രോപ്പ് ചെയ്ത് വിടില്ല. അതായത് തുടങ്ങി വെച്ചിട്ട് പിന്നെ നിർത്തില്ല. ഇതിനു മുമ്പ് എനിക്ക് 2 സീരീസ് ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അതൊരു പ്രശ്നം കാരണം പോയി. ഒന്നാമത്തേന്ന് പറയുന്നത് എന്തായിരുന്നു, ഫാക്ടറി റീസെറ്റ് ആയിരുന്നു. രണ്ടാമത്തേന്ന് പറയുന്നത് മൊബൈൽ മാറ്റിയത്. ശരിക്കും പറഞ്ഞാൽ എനിക്കതിപ്പോൾ റിഗ്രറ്റ് അടിക്കുന്നുണ്ട്. കാരണം ഞാൻ അപ്പം മൊബൈൽ മാറ്റിയിട്ട് വലിയ യൂസ് ഒന്നും ഉണ്ടായില്ല. കാരണം എൻ്റെ പഴയ മൊബൈലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. കാരണം ഒറ്റ കാരണമുള്ളൂ, എൻ്റെ അമ്മയുടെ ഫോൺ അടിച്ചു പോയി. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അമ്മയുടെ മൊബൈൽ അടിച്ചു പോയിട്ട് നീ എന്ത് ചെയ്തു? സ്വാഭാവികമായിട്ടും ഞാൻ ഇളയ മോൻ, എനിക്ക് 2 ചേട്ടന്മാരാണ് മൂത്തമായിട്ടുള്ള. ഒരു ഇളയ മോന് ഒരു മൊബൈലിൽ എന്തെങ്കിലും അമ്മയ്ക്ക് എന്തെങ്കിലും മൊബൈലിൽ വലുത് പറ്റിക്കഴിഞ്ഞാൽ ആരുടെ മൊബൈൽ എടുക്കുക? ഒരു അനിയൻ്റെ അല്ലേ? അതന്നെ ഇവിടെ സംഭവിച്ചത്. ഓക്കെ, എനിക്ക് ഈ മൊബൈലിൽ കുറ്റം പറയാനൊന്നും ഇല്ല. കാരണം ഇത്രയും സഹായിക്കുന്നതും എന്നെ പഠിക്കാൻ സഹായിക്കുന്നതും ഒക്കെ ഈ മൊബൈലാണ്. ആൻഡ് കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഓക്കെ. നമുക്ക് ബാക്കിയുള്ള സംസാരിച്ച് സ്റ്റോൺ ടൂൾസ് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്കൊരു സോഡും ഒരു ആക്സും ഒരു ഷവലും നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ക്രാഫ്റ്റിൻ്റെ ഇവിടെ പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് ആ വില്ലേജിൽ ഊട്ടടിക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ എനിക്കൊരു ബേസ് പണിയണമെന്നുണ്ട്. അതായിരുന്നു എൻ്റെ പ്ലാൻ. നമുക്ക് ഇന്ന് ബേസ് പണിയണ്ട. കഴിഞ്ഞ ഞാൻ ലെസ് പ്ലേ സീരീസിൽ, അതായത് എൻ്റെ അടിച്ചുപോയ ലെസ് പ്ലേ സീരീസിൽ ഞാൻ ബേസ് പണിയുന്നുണ്ടായില്ല തുടക്കത്തിൽ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ എപ്പിസോഡിൽ തന്നെ നമുക്ക് ബേസ് പണിയാൻ തുടങ്ങാം. അതിന് ഇന്ന് റിസോഴ്സ് ഗ്യാദർ ചെയ്യാം. എന്നിട്ട് നമുക്കൊരു സ്ഥലം നോക്കി വെച്ചിട്ട് ചുറ്റും ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഫുഡിനുള്ള ഒരു ഇത് കണ്ടെത്താം. സ്വാഭാവികമായിട്ടും വില്ലേജ് കണ്ടുകൊണ്ട് നമുക്ക് എന്തായാലും എല്ലാ ഫുഡ് സോഴ്സൊന്നും ക്ഷാമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ബെഡ് പൊട്ടിച്ചെടുക്കട്ടെ, റീസ്പോൺ ഇവിടെ സെറ്റ് ചെയ്യാം. കാരണം ബെഡ് പൊട്ടിച്ചെടുത്തെങ്കിൽ ഇവിടുത്തെ വില്ലേജ് റീസ്പോണായിട്ട് ഇങ്ങനെ മെനക്കേടൊക്കെ. ഓക്കെ, നമുക്കിവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ലൂട്ട് ചെയ്തിട്ട് അറിയിക്കാം, നിങ്ങളിങ്ങനെ ബോറടിപ്പിക്കണ്ട. ഓക്കെ, ഞാൻ ലൂട്ട് ചെയ്തിട്ട് നിങ്ങൾ അറിയിക്കാം. ഈ സീഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, വയ്യണ്ടായി.
എൻ്റെ പൊന്നെ അങ്ങനെ കുറേ നേരത്തെ ഗ്രൈൻഡ് വർക്കിന് ശേഷം, ഗ്രൈൻഡ് വർക്കല്ല ഇതിന് ശേഷം നമ്മൾ ലൂട്ടടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും പോലും നോക്കിയുള്ള ഞാൻ പെട്ടി അടക്കം അങ്ങോട്ട് പൊട്ടിച്ചു. എന്താണ് ഞാൻ കാണണേ? അയണാർമ റൈഫിളിൻ്റെ ഫുള്ളായിട്ടില്ല. 8 അയൺ, 2 ഹേബേല്, 2 എമറാൾഡ്. ഇനി ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇതിൽ കുത്തി കയറ്റി വയ്ക്കാം. ഓക്കെ ഓക്കെ, ഇതിപ്പോൾ ഇതിൽ വയ്ക്കണ്ട, ഇതിൽ വയ്ക്കാൻ പറ്റില്ല അല്ലേ? നമുക്ക് 8 അയൺ എടുത്തിട്ട് ഇതിൽ വയ്ക്കാം. ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുൾ അയൺ ആർമറും, ഫുൾ അയണറല്ല ആർമറായുണ്ട്. ഓക്കെ, നമുക്കിനി ഒരു രാത്രി നൈറ്റ് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ബെഡ്. ഓക്കെ, എനിക്ക് വീട്ടിലൊരു വിരുന്നുകാർ വന്നു, അതാണ് പെട്ടെന്ന് ഞാൻ ഒന്ന് കെട്ടേത്. എനിക്ക് ചെറിയ ലാഗ് ഓടിക്കണം, എന്താ പറ്റിയാവോ? മൊബൈൽ ചെയ്താക്കി പ്രശ്നം ചെയ്തായിരിക്കും. പിന്നെ നൈറ്റായിപ്പോൾ ഒരു മോബിനും കണ്ടില്ലല്ലോ. എനിക്കിറങ്ങടാ. എന്തായാലും 6 മിനിറ്റായി റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്തായാലും 6 മിനിറ്റിൽ എന്തായാലും 5 മിനിറ്റ് എഡിറ്റ് ചെയ്ത് പോകും. 1 മിനിറ്റ് പോട്ടെ വയ്ക്കാം. അപ്പോൾ നമുക്കിന്നൊരു ഫുഡ് റിസോഴ്സ് മാത്രം സെറ്റാക്കിയാൽ പോരെ. എന്നാൽ റിസോഴ്സ് നാളെ ഗ്യാദർ ചെയ്യുന്ന നാളെ തന്നെ ബേസ് പണിയാം. എന്നിട്ട് അടുത്ത എപ്പിസോഡിൽ തന്നെ നമുക്ക് ബ്രീഡർ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ കുറേ കാലത്തേക്കുള്ള ഫുഡ് ചെയ്ത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഹേബലും ചെയ്ത് വെക്കാം. പക്ഷെ പറയുമ്പോൾ ഒരു ഫുഡ് സോഴ്സ് ഇല്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പോൾ നമുക്കൊരു ഫുഡ് സോഴ്സ് തന്നെ ഒപ്പിക്കാം. അതിപ്പോൾ തൽക്കാലത്തിലേക്ക് നമുക്ക് ഒരു റിവറിൻ്റെ സൈഡിൽ തന്നെ വേണമെങ്കിൽ നമ്മുടെ സ്പോൺ ഏരിയയ്ക്ക് കിടക്കണതിൻ്റെ ഏരിയയിൽ തന്നെ അത് നമുക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ളത് അതൊരു ഐലൻഡ് അല്ലേ? എനിക്ക് ഇഷ്ടമായിട്ടാ. എനിക്ക് ഈ ഐലൻഡ് ബേസ്ഡ് ആയിട്ടുള്ള സീഡ് ഭയങ്കര ഇഷ്ടമാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഐലൻഡുകൾക്ക് പ്രത്യേക കഴിവാണ്. അതായത് മറ്റേ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്. ഇത് ഐലൻഡ് അല്ല അതിന്. എന്നാലും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഐലൻഡൊക്കെ നമുക്ക് ഇവിടുന്ന് ഇതൊരു ഐലൻഡ് ആക്കണം, അല്ലെങ്കിൽ ഇതൊരു ഐലൻഡ് ആണോ നോക്കിയാലോ. എൻ്റെ മോഡ് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊരു ഐലൻഡ് തന്നെ സെറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ ഫാക്ടറി ഐലൻഡും ഇതാക്കാം. ഫുഡ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. പിന്നെ എന്നിട്ടുള്ള ബ്രെഡ് തൽക്കാലത്തേക്ക് കഴിക്കാം. അപ്പോൾ നമുക്ക് ഫുഡ് സോഴ്സ് ഉണ്ടാക്കണം. ഫുഡ് സോഴ്സ് ഇപ്പോൾ എങ്ങനെ ഉണ്ടാക്കണം? ഓട്ടോമാറ്റിക് ഉണ്ടാക്കണം. മറ്റേ വാട്ടർ, അതിന് റെഡ് സ്റ്റോൺ മൈനിങ്ങിന് പോകണം. അയ്യോ, ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ധൃതി കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ തല്ലിക്കൊല്ലും. അതുകൊണ്ട് നമുക്ക് പതിയെ കളിക്കാം. നമുക്കിപ്പോൾ ഇവിടെ തന്നെ സെറ്റ് ചെയ്യാം. അതിനായിട്ട് കണ്ടില്ല, ഞാൻ ചെസ്റ്റോടെ തന്നെ കൊണ്ടുവന്നു, ഒന്നും നോക്കിയില്ല. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ട് ഇതിൽ വെച്ചിട്ട് ചേടാ. ഓക്കെ, എന്താ ഈ മൂഡ് വർക്കാവാത്ത എന്താ? ഓക്കെ 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 ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും അങ്ങോട്ട് പോട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ, ഈ മോഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയട്ടെ, ഞാൻ തരാം. പിന്നെ ഈ ഫുഡ് എന്തായാലും നമുക്ക് അത്യാവശ്യമാണ്. ഓക്കെ ഓക്കെ, നമുക്കിപ്പോൾ ഫുഡ് അത്യാവശ്യമാണ്, നോക്കാതൊന്നും വയ്ക്കാനുള്ള. നമുക്ക് ഇനി ഇവിടെ തന്നെ നമുക്ക് റിസോഴ്സ് ഇവിടെ വെച്ചിട്ട് നമ്മുടെ കയ്യിൽ ഇതില്ല അല്ലേ? ക്രാഫ്റ്റിൻ്റെ ടേബിൾ അതിൽ വെച്ചാൽ ക്രാഫ്റ്റിൻ്റെ ടേബിൾ അതിൽ ഇരുന്നോട്ടെ. നമുക്ക് എന്തായാലും സ്പെയർ ആയിട്ട് തന്നെ ഇരുന്നോട്ടെ. നമുക്ക് വേറെ ക്രാഫ്റ്റിൻ്റെ ടേബിൾ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് നമുക്ക് മറ്റേ അതിൻ്റെ പേരെന്തായിരുന്നു? അല്ലേ? അതിൽ സ്റ്റോൺ ഇല്ല? സ്റ്റോൺ ഇല്ലേ? ഉണ്ട്, സ്റ്റോൺ ഉണ്ടായിരുന്നു. നമുക്ക് ഒരു സ്റ്റോൺ ഹോയ് ഉണ്ടാക്കാം. അപ്പോൾ വല്ല പ്രോ പ്ലേയേഴ്സ് അങ്ങനെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അവർക്ക് ഈ വീഡിയോ ഭയങ്കര സ്ലോ ആയിട്ട് എത്തിക്കുന്നു തോന്നുന്നു. കാരണം ഞാൻ ഈ മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോ ആയിട്ട് കളിക്കുക. ഓക്കെ, അതിന് കാരണം എന്ന് പറയുന്നത് മൈൻക്രാഫ്റ്റ് ഭയങ്കര നല്ലൊരു മൈൻക്രാഫ്റ്റ് ഒന്ന് ഇഷ്ടപ്പെട്ടുള്ള കിഡ്സിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു ഗെയിം ആയതുകൊണ്ട്, പ്രത്യേകിച്ച് ഈ മോജാങ് എന്ന് പറയുന്നത് നല്ല ഈ ഗെയിം ഇറക്കിയ സമയത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചാണ് ഇത്രയും വലിയ ഉയർന്ന നിലയിലെത്തുന്നു. പക്ഷേ ഇത്രയും വലിയ നിലയിലെത്താൻ കാരണം തന്നെ ഇത്രയും ഒരു മൈൻക്രാഫ്റ്റിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇങ്ങനത്തെ പറയുക, നമ്മളെല്ലാവരും അട്രാക്ട് ചെയ്യണ രീതിയിലുള്ളൊരു ഗെയിമാണ് അത് ചിലവർക്ക് ഇഷ്ടമല്ല. ചിലവർക്ക് ഇതൊരു ഗെയിം ബ്ലോക്ക് ആയിട്ടുള്ളൊരു ഗെയിം പോലെയാണ്. എന്നാൽ ചിലവർക്കിത്
നല്ലൊരു ഇത് നൽകണ ഗെയിമാണ്. സംസാരിച്ച് വലിയ ഇതൊന്നും കാണിക്കണില്ല. അല്ല, ഞാൻ ക്രാഫ്റ്റ് ചെയ്ത ഹോയോ അതെവിടെ വെച്ചേ? ഞാനെന്ത് ഹോയല്ല, ഹോ തന്നെ ഉണ്ടാക്കിയില്ലായിരുന്നു. ഉണ്ടാക്കിയല്ലോ, ഉണ്ടാക്കിയോ? പക്ഷെ അവിടെ പോയോ? ഓക്കെ, നമുക്ക് തൽക്കാലത്തേക്ക് ഇവിടെ തന്നെ ഇത് ചെയ്യാം. ചുമ്മാ നമുക്ക് തൽക്കാലത്തേക്കുള്ളൊരു സെറ്റപ്പ് ചെയ്യാം. അപ്പം ഞാനിങ്ങനെ അത് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുള്ള. അത് കഴിഞ്ഞിട്ട് നിങ്ങളിങ്ങനെ അറിയിക്കുക, അത് നല്ലത്. ഇതെന്താണോ എൻ്റെ വീഡിയോ നല്ല ബോറാണ്, എനിക്ക് സന്തോഷമുണ്ട്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഞാൻ ലോങ് വീഡിയോ എല്ലാ ദിവസവും ഞാൻ ഇങ്ങനത്തെ ലെറ്റ്സ് പ്ലേ സീരീസ് ഫുള്ള് ലോങ് വീഡിയോ ആയിരിക്കും. ഞാൻ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് തന്നെ ഇടും വീഡിയോ. ഓക്കെ, ഹാർഡ് വർക്ക് ചെയ്തിരിക്കും, ഇറ്റ്സ് മൈ പ്രോമിസ്. ആൻഡ് അത്രയ്ക്കുള്ളൂ. ഞാനിങ്ങനെ അത് ഫാം ഹോൾഡ് ചെയ്തിട്ട് നിങ്ങളിങ്ങനെ കാണിക്കാം. ഫാമല്ല, ചെറിയൊരു റിസോഴ്സ്. അങ്ങനെ സെറ്റായിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് ഇതാക്കിയതാണ് ഫുഡിന് വേണ്ടി മാത്രം. വീഡിയോ ഭയങ്കര ബോറായിട്ട് ഫീൽ ചെയ്യണ്ട, സോറി കേട്ടോ. എനിക്ക് ഈ വീഡിയോ ഭയങ്കര ബോറായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ, സോറി കേട്ടോ. ഓക്കെ, ഞാൻ ഈ ബട്ടൺസൊക്കെ ഹൈഡ് ചെയ്യാൻ മറന്നു. ഹൈഡ് ചെയ്യുന്ന വെച്ചാൽ ഞാനിങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാറുണ്ട്. ഓക്കെ, അത് പോട്ടെ, സോറി. നമുക്ക് സ്വന്തമായിട്ടൊരു ഇത് വേണ്ടേ, ബെഡ് വേണ്ടേ? അതിന് വില്ലേജസിൻ്റെ ബെഡ് എടുത്ത് അവരൊരു ഡീസ്പോണാവും. അതിന് പകരം നമുക്ക് തന്നെ ഒരു ബെഡ് ഉണ്ടാക്കാം. എന്താണ് ബെറ്റർ? നമ്മൾ നേരെ ബലി കൊടുത്തിട്ടായിരിക്കും നമ്മൾ എപ്പോഴും ഫുഡ് എടുക്കാറ്, ഫുഡും വൂളും എടുക്കാറ്. അത് നമ്മളെപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊന്ന് ഫാം ചെയ്ത് ഇങ്ങനെ കേൾക്കുക, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ഒരു ബേസല്ല, ഈ ഒരു ഇതൊന്ന് ഇൻട്രൊഡക്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുത്ത വീഡിയോ ആണ്. കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയി, പക്ഷേ ഈ ലെങ്ത് ആയിട്ടുള്ള ഈ ഒരു വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാനിപ്പോൾ ടോട്ടല് 12 മിനിറ്റും 15 സെക്കൻഡ് ഞാൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. കൂടിക്കൊണ്ടിരിക്കണേ. ഓക്കെ, റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ചുമ്മാ ഓരോ തമാശയും ചളിയും പറഞ്ഞിരിക്കും. തമാശ എന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ആൻഡ് ഓൾസോ എല്ലാവർക്കും താങ്ക്സ് ഇതുവരെ വാച്ച് ചെയ്തതിന്. ഓക്കെ, അടുത്ത എപ്പിസോഡിൽ തന്നെ നമുക്കൊരു ബേസ് പണിയാം കേട്ടോ. അതിനുള്ള റിസോഴ്സസ് ഞാൻ ഓഫ് ക്യാമറ ഒന്ന് ചെയ്യാൻ നോക്കാം. ഓക്കെ, പരമാവധി കമൻറ്റ് ചെയ്യുക, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.